ഇവിടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പകരം പറയുന്നത് റൈഡിംഗ് എന്നാണ്. അതായത് മൊത്തം 343 റൈഡിങ്ങുകളാണ് കാനഡയിലുള്ളത്. അതിനെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാം. പക്ഷെ ഇവിടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കിങ് ചാൾസ് ആണ്. ബിക്കോസ് ഇപ്പോഴും കാനഡ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കീഴിലാണ്. പക്ഷെ എന്നാലും സ്വയം ഭരണാധികാരമുണ്ട്. സോ കിങ് ഇസ് ദി ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ കോയിനുകളിൽ കാണാം, കറൻസികളിൽ കാണാം. അപ്പം അദ്ദേഹത്തിന്റെ ഭരണത്തില് ഒരു അതൃപ്തി വന്നൊരു സാഹചര്യത്തിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി വന്നൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് വിട്ടുമാറേണ്ടുന്ന ഒരു സാഹചര്യം. ആ ഒരു സമയത്താണ് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നത്. അപ്പൊ ട്രംപ് അധികാരത്തിൽ വരികയും ടാരിഫും പിന്നെ കാനഡയെ 51st സ്റ്റേറ്റ് ആക്കുമെന്നൊക്കെ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കാനഡയിലേക്ക് നാഷണലിസം എന്ന് പറയുന്ന ഒരു വികാരം വീണ്ടും ഒരു ഇലക്ഷൻ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇലക്ഷനിലേക്ക്. കറക്റ്റ് പറഞ്ഞ 4 ദിവസം, 4ന്റെ അന്ന് ഇലക്ഷനാണ് അല്ലെ, 3ന്റെ അന്ന് ഇലക്ഷനാണ് സത്യം പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ കോമൺവെൽത്തിലുള്ള ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് കുറെ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. എന്നാ ഇത് ഒരു നമ്മൾക്ക് അവരെ കുറച്ചും കൂടി എന്താ പറയുക ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് അല്ല നമ്മളിവിടെ കുറെ യൂസ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഒരു കനേഡിയൻ ഡെമോക്രാറ്റിക് ഇലക്ഷനും നമ്മുടെ ഇന്ത്യൻ ഇലക്ഷനും തമ്മിൽ ബേസിക്കലി വരുന്ന ഡിഫറൻസ് ഒന്ന് പറയാമോ? അത് വെച്ച് നമുക്ക് തുടങ്ങാം. ഇലക്ഷന്റെ കേസ് അല്ല എല്ലാവർക്കും, കാരണം നമ്മൾക്ക് കാണുന്ന കുറെ പേര് ഇപ്പം കുറെ ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഇല്ലാതെ ഒരുപാട് ഭൂരിഭാഗം പഴയ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു കൗതുകമാണ് ഇവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും പോസ്റ്റേഴ്സ് കാണാം, ജീപ്പുകളില് പ്രചാരണം, അവിടെ പ്രചരണം, ഇവിടെ പ്രചരണം, എവിടെയും എല്ലാ കവലകളിലും സംസാരം. അതല്ലല്ലോ കനേഡിയൻ പൊളിറ്റിക്സ്. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് ബേസിക്കലി കുറച്ച് ടെർമിനോളജികൾ വെച്ചിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലല്ലോ ഇവിടെ, എന്താ അതിനെ പറയണേ? ഇവിടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പകരം പറയുന്നത് റൈഡിംഗ് എന്നാണ്. അതായത് മൊത്തം 343 റൈഡിങ്ങുകളാണ് കാനഡയിലുള്ളത്. അതിനെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാം. അതായത് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റൈഡിങ്ങും ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ റൈഡിംഗ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോ എല്ലാവരും താമസിക്കുന്ന ഒണ്ടാരിയോ. ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. അപ്പം ഈ 343 റൈഡിങ്ങുകളിൽ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഏത് പാർട്ടിയാണോ 173 സീറ്റ് ജയിക്കുന്നത് അവരാണ് ഒരു മെജോറിറ്റി ഗവൺമെന്റുമായിട്ട് ഫെഡറൽ ഗവൺമെന്റിൽ അധികാരത്തിൽ വരുന്നത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷനുകളിൽ ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തൊരു സാഹചര്യത്തില് ഏതാണ്ട് 150-ലധികം, എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ 158 സീറ്റുകളിലാണ് ലിബറൽ പാർട്ടി അന്ന് ജയിച്ചിരുന്നത്. അപ്പൊ അവരെ പുറത്തു നിന്ന് NDP പിന്തുണച്ചാണ് അന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ മൈനോറിറ്റി ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയത്. അപ്പം എപ്പോഴും നമ്മള് കാനഡയെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന് പകരം നമ്മൾ പറയുന്നത് ഫെഡറൽ ഗവൺമെന്റ് ആണ്. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നു, ഇവിടെ ഫെഡറൽ ഗവൺമെന്റ് പറയും. അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ ആശയം ഇന്ത്യയിലെയും കാനഡയിലെയും ഒന്ന് തന്നെയാണ്. ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ടെർമിനോളജിയിലുള്ള വ്യത്യാസങ്ങളാണ്. പിന്നെ നമുക്കൊരു പ്രസിഡന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കിങ് ചാൾസ് ആണ്. ബിക്കോസ് ഇപ്പോഴും കാനഡ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കീഴിലാണ്. പക്ഷെ എന്നാലും സ്വയം ഭരണാധികാരമുണ്ട്. സോ കിങ് ഇസ് ദി ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ കോയിനുകളിൽ കാണാം, കറൻസികളിൽ കാണാം. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മള് വേറൊരു വ്യത്യാസം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പാർട്ടികൾ ഒരു സഖ്യം ചേരുന്നു. ഇന്ത്യ സഖ്യം, NDA സഖ്യം, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ അല്ലെ. ഇവിടെ സഖ്യങ്ങളും പാർട്ടികളും വളരെ കുറവാണ്. അപ്പൊ നമുക്ക് മേജോറിറ്റിയുള്ള പാർട്ടീസ്, അതായത് ഇവിടുത്തെ പ്രമുഖരായ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുണ്ടാവുന്ന പാർട്ടികളേ ഉള്ളൂ അല്ലെ.
അതിൽ മെജോറിറ്റി ആയിട്ടുള്ള പാർട്ടികൾ ഏതൊക്കെയാണ്, അതിന്റെ ഒരു ലീഡേഴ്സ് എന്നൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു അറിവ് എന്നുള്ള രീതിയിൽ. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിലവില് മാർക്ക് കാർണി, അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ നേതാവാണ്. പിന്നെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് പിയർ പൊളിവർ നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയാണ്. ഇതിനോടൊപ്പം തന്നെ ലിബറൽ പാർട്ടിക്ക് പിന്തുണ മുൻപ് കൊടുത്തിരുന്നത് NDP പാർട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ജഗ്മീത് സിംഗ് ആണ് അതിന്റെ നേതാവ്. പിന്നെ ഗ്രീൻ പാർട്ടി, അങ്ങനെ മൾട്ടി പാർട്ടി സിസ്റ്റം തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലെ പോലെ. ഇതില് അധികാരത്തിലെത്തുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന മുന്നണി. അപ്പം നമുക്ക് ഏപ്രിൽ 28-ാം തീയതി 7:30 മണിക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ കൗണ്ടിങ് തുടങ്ങുന്നതും ഫലം വന്നു തുടങ്ങുന്നത്. അപ്പൊ ഫലം വന്നതിന് ശേഷമേ അതൊരു മെജോറിറ്റി ഗവൺമെന്റ് ആയിരിക്കുമോ, ഇനിയിപ്പം ആരാണോ ഏറ്റവും കൂടുതൽ സീറ്റ് ജയിക്കുന്ന അവർക്ക് പുറത്തു നിന്ന് ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ എത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഏപ്രിൽ 28-ാം തീയതി വരെ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കും. ഇവിടുത്തെ മെജോറിറ്റി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് ഇപ്പൊ നമ്മുടെ നോക്കുമ്പോ ഭരിച്ച 10 വർഷത്തോളം ഏകദേശം ഭരിച്ചു നമ്മുടെ ലിബറൽ ഹെഡ് ചെയ്യുന്ന ഗവൺമെന്റ് ഭരിച്ചു. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ്? ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ ട്രെൻഡ്, നമ്മൾ വളരെയധികം അടുത്ത് നിൽക്കുന്ന ഇലക്ഷനോട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ തോന്നുന്നത്? ഏത് പാർട്ടിയാണ് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധ്യത? ഇപ്പൊ നമ്മള് ഇക്കഴിഞ്ഞ ഒരു വർഷത്തെ കനേഡിയൻ രാഷ്ട്രീയം വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു ലിബറൽ പാർട്ടിയുടെ മുൻ പ്രധാനമന്ത്രി. അപ്പം അദ്ദേഹത്തിന്റെ ഭരണത്തില് ഒരു അതൃപ്തി വന്നൊരു സാഹചര്യത്തിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി വന്നൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് വിട്ടുമാറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്തും അധികാരത്തിൽ ലിബറൽ പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ അധികാരം കൈവിടാതെ അവരുടെ ഉൾപാർട്ടി ജനാധിപത്യ രീതിയിൽ മാർക്ക് കാർണിയെ നേതാവായിട്ട് തെരഞ്ഞെടുത്തു. അപ്പം ജസ്റ്റിൻ ട്രൂഡോ ഒഴിഞ്ഞ ഒരു സമയത്ത്, അദ്ദേഹം കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഒഴിഞ്ഞത്. ആ ഒരു സമയത്താണ് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നത്. അപ്പൊ ട്രംപ് അധികാരത്തിൽ വരികയും ടാരിഫും പിന്നെ കാനഡ 51st സ്റ്റേറ്റ് ആക്കുമെന്നൊക്കെ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കാനഡയിലേക്ക് നാഷണലിസം എന്ന് പറയുന്ന ഒരു വികാരം മുൻപ് എപ്പോഴത്തെക്കാട്ടിലും വളരെയധികം കൂടി വന്നു. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രംപ് ഈ നാഷണലിസം കാനഡയ്ക്ക് ലോക സ്റ്റേജില് സ്വന്തമായി നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എക്സിറ്റ് പോളുകൾ ഉള്ളതുപോലെ ഇവിടെ എപ്പോഴും പോളുകളുണ്ട്. അബാക്കസ് നടത്തുന്നത്, ഇപ്സോസ് നടത്തുന്ന, നാനോ നടത്തുന്ന ഈ പോളുകൾ, അതായത് ഒരു കുറച്ച് ആൾക്കാരെ സർവേ ചെയ്യുകയും അതില് എത്ര ശതമാനം ആൾക്കാര് ലിബറലിനെ പിന്തുണയ്ക്കുന്നു, കൺസർവേറ്റീവ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, NDPയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു ചർച്ച എപ്പോഴും വരാറുണ്ട്. മിക്ക തവണയും ഇതുപോലത്തെ പോളുകൾ ശരിയാവാറുണ്ട്. തെറ്റായിക്കൂടാ എന്നില്ല. പക്ഷെ കാനഡ പോലുള്ള ഒരു രാജ്യത്ത് ഒരു 99% സാധ്യതകളും ഇത്തരത്തിലുള്ള പോളുകൾ ശരിയാവാറുണ്ട്. അപ്പം നമ്മൾ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നിലവില് ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലിബറൽ പാർട്ടിയാണ്. പക്ഷെ അവര് 3 പോയിന്റ്സിനെ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. തൊട്ടു പുറകെ പിയർ പൊളിവർ നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലിംഗ്, നമ്മുടെ ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഏപ്രിൽ 28-ാം തീയതി ജനവിധി വരുമ്പോഴത്തേക്കും കാനഡയിൽ സംഭവിക്കാൻ പോകും. അതെ, ഇപ്പോ വളരെയധികം ഒരു ഫോട്ടോ ഫിനിഷിലോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ട്രെൻഡ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ എക്സിറ്റ് പോളുകൾ ഉണ്ടല്ലോ, നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്താണ്? ഇപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ നാട്ടിലെ എക്സിറ്റ് പോളും ഇവിടത്തെ ഈ ഒരു നാനോ പോലെയുള്ള ഈ ഒരു സർവേകളും അത് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നു ഈ ഒരു ഇലക്ഷനുകളിൽ? ഇത് പല അന്താരാഷ്ട്ര സംഘടനകളുമാണ് ഇത്തരത്തിലുള്ള അതായത് പോപ്പുലാരിറ്റി ഓഫ് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഓഫ് ദ
ലീഡേഴ്സ് ലെഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി അവര് സർവേ എടുക്കുന്നത്. ഒരു 10,000-2,000 ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കും. പലപ്പോഴും അത് അഭിപ്രായ സർവേ ആയിരിക്കാം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എക്സിറ്റ് പോളുകൾക്ക് വിലക്കുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ എക്സിറ്റ് പോളുകളുടെ ഫലം പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. കാരണം ഇത് ജനങ്ങളെ സ്വാധീനിക്കാം എന്നുള്ളൊരു നിലയ്ക്ക്. പക്ഷെ കാനഡ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ വിഷയങ്ങൾ മാറി വരെയും ആൾക്കാർ വെൽ ഇൻഫോംഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുദിനം ഈ പോളുകളുടെ സർവേ ഫലം മാറാറുണ്ട്. മാർക്ക് കാർണി അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും വലിയൊരു തോതിൽ ലിബറൽ പാർട്ടി മുന്നോട്ട് വന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരു സമയത്ത് പിയർ പൊളിവറിന്റെ പോപ്പുലാരിറ്റി വളരെയധികം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് വീണ്ടും ട്രംപിന്റെ വിഷയം ഒന്ന് മാറിയോ എന്നുള്ളത്, അതായത് പത്രമാധ്യമങ്ങള് ട്രംപിനെ കുറിച്ചാണോ അതോ വീണ്ടും പഴയ വിഷയങ്ങളായിട്ടുള്ള വിലക്കയറ്റമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളതും സംശയമുണ്ട്. അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫൈനലായിട്ട് ഡിസിഷൻ വരുന്നത്. എത്രയൊക്കെ പോളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്നൊരു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്രം വായിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് ചില മേഖലകളിൽ ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കം ഉണ്ടെന്ന് പറയുന്നു. അതായത് ഒണ്ടാരിയോ, അറ്റ്ലാന്റിക് കാനഡ, ക്യൂബക് പോലെയുള്ള സ്ഥലങ്ങൾ. നേരെ മറിച്ച് ആൽബർട്ട, സാസ്കറ്റ്വാൻ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ റൂറൽ ആയിട്ടുള്ള കാനഡയുടെ പ്രദേശത്ത് കൺസർവേറ്റീവ് പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ ജനമനസ് എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഏപ്രിൽ 28 ആ പോളിംഗ് കഴിയുന്നിടം വരെ കാത്തിരിക്കണം. പോളിംഗ് അഗൈൻ പറയുകയാണെങ്കിൽ അതെനിക്ക് ഇവിടെ ഇപ്പം അരുണിനറിയാം, ഇപ്പം എന്റെ അച്ഛനും അമ്മയും നാട്ടിലെ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ കാനഡയിലുണ്ട്. അപ്പൊ അവര് കൗതുകകരമായിട്ട് ചോദിച്ചതാണ്. അതായത് ഞാൻ പറഞ്ഞു ഏപ്രിൽ 28 എനിക്ക് വോട്ട് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ അവധിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അവധിയില്ല, പകരം രാവിലെ 9 മണി തൊട്ട് 9 AM to 9 PM വരെയാണ് പോളിംഗ്. അപ്പൊ ജോലി സമയം 5 മണിക്ക് ശേഷം എനിക്ക് സുഖമായിട്ട് പോയി വരി നിന്ന്, അത് ആദ്യമേ നമ്മൾ വരി നിന്ന് കഴിഞ്ഞാൽ ആ വരിയിലുള്ള എല്ലാവരെയും അവരെ വിളിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അഡ്വാൻസ് പോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എന്റെ കാനഡയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നായിരുന്നല്ലോ. അതായത് ഏതാണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അഡ്വാൻസ് പോളിംഗ് വന്നപ്പോഴത്തേക്കും 2 മില്യൺ, അതായത് 20 ലക്ഷം പേരോളം, അതായത് കാനഡയിൽ അത് റെക്കോർഡാണ്, അത്രയും പേര് മുന്നിട്ട് വന്ന് വോട്ട് ചെയ്തു. അപ്പം ഈ അഡ്വാൻസ് പോളിംഗ് ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരും ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയും ഇതുപോലെ നമുക്ക് ഈ അവധി ദിവസത്തിന് പകരം അന്ന് എല്ലാവരും നമ്മളൊരു പ്രൊഡക്റ്റീവ് ദിവസമാണ്. ജനാധിപത്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കുറച്ച് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അത് ആ ഒരു സമ്പദ്ഘടനയെ ബാധിക്കാത്ത രീതിയിൽ ജനാധിപത്യ പ്രക്രിയ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് കാനഡയിലെ ഒരു പോളിംഗിനുണ്ട്. അതെ, ഈ പ്രാവശ്യത്തെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു വികാരം ആൾക്കാരുടെ ഇടയിലേക്ക് വന്നതും ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും എല്ലാം വളരെയധികം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ എക്സിറ്റ് പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പോൾ മനാനോ അതുപോലുള്ള ഒരു സർവീസും വളരെയധികം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അവനിപ്പോ എല്ലാ സർവേയും കാണണമെന്നില്ല. പക്ഷെ ആ സർവേകൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ കൂടുതൽ ഇതുപോലെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് സർവേകൾ ശ്രദ്ധിച്ചു പോകാറുണ്ട്. അപ്പം ഈ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വരാറുള്ളത് അല്ലെ സർവീസ്. ഒരുമാതിരി ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അതൊരു ഡിഫറെന്റ് ആണ്. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, വേറൊരു സാഹചര്യം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഇതിപ്പോ റെക്കോർഡായിരിക്കണം ഒരു പക്ഷെ ഇവിടത്തെ ഇലക്ഷന് വരുന്ന ഒരു പോളിംഗ് ശതമാനം
ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത്ര മടങ്ങ് പോപ്പുലേഷൻ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇപ്പം നമുക്ക് ഇതിലില്ല. പക്ഷെ അവിടെ 70 തൊട്ട് 80%, 75% കഴിഞ്ഞ വർഷത്തെ ലോക്സഭ ഇലക്ഷന് വന്ന പോളിംഗ് ശതമാനം. ഇവിടെ നേരെ മറിച്ച് കഴിഞ്ഞ ഇലക്ഷന് വന്നത് 30% ആണ്. അതാണ് ഹയസ്റ്റ്. 30 to 35% ആണ് ഹയസ്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷം വരാൻ പോകുന്നത് ഒരു വലിയൊരു ചേഞ്ച് ആയിരിക്കും. ഈ പറയുന്ന ഇപ്പം അവര് പറഞ്ഞ പോലെ റെക്കോർഡുകൾ വിധിച്ചുകൊണ്ട് ഈ അഡ്വാൻസ് പോളിംഗ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും 28-ാം തീയതിക്ക് വേണ്ടി വളരെയധികം കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇപ്പം പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ലിബറലിന് വളരെയധികം പോയിന്റ്സ് കൂടി. കാരണം മാർക്ക് കാർണി എന്ന് പറയുന്ന ഒരു വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ വന്നതെന്ന് പറയുമ്പോഴേക്കും അതിന് വളരെയധികം ഒരു പോസിറ്റീവ് കണ്ടെങ്കിലും പിയർ അതുപോലെ തന്നെ അങ്ങേരുടെ നയങ്ങളും കാര്യങ്ങളും ആൾക്കാർക്ക് മനസ്സിലായി. കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിയറിന് കൂടുതൽ ഒരു എക്സ്പോഷർ, മീഡിയ അറ്റൻഷൻ കുറവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കൂടുതൽ കാർണി ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് അല്ലെങ്കിൽ മീഡിയകൾക്ക് അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വല്ലതും ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രധാനമായിട്ടും വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടാരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങള് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അതായത് ഒരു ഇക്കണോമിസ്റ്റിനായിരിക്കാം കുറച്ചുകൂടെ ടാരിഫിനെ നേരിടാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം ഒരു ഭരണവിരുദ്ധ വികാരം എപ്പോഴും ഉണ്ടാവും. കാരണം ലിബറൽ പാർട്ടി ഇത്ര നാളായിട്ട് ഭരിക്കുന്നു. അപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴത്തേക്കും മുൻ ഭരണാധികാരികളോ നിന്നുണ്ടായിട്ടുള്ള ഫലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവര് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു പ്രതിപക്ഷത്തിനോട് അവർക്കൊരു ആഭിമുഖ്യം തോന്നും. അപ്പൊ ആ ഒരു സമയത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് പിയർ പൊളിവറാണ്. അദ്ദേഹത്തിന്റെ നയങ്ങൾ എന്താണെന്ന് നോക്കും. അപ്പം ജനങ്ങള് വളരെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കാം ചിന്തിക്കുന്നത്. പിന്നെ അവർ ആ പോളിംഗ് ഡേയില് അവരെ ഏറ്റവും കൂടുതൽ എന്താണ് അഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തിട്ടാണ് അവർ ആ ബാലറ്റില് വോട്ട് ചെയ്യുന്നത്. പിന്നെ ബാലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി വലിയ വിവാദങ്ങളാണ് നടക്കുന്നത്. പക്ഷെ എന്നെ ഇവിടെ വളരെയധികം അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴും മറ്റേ ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം അതും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ബാലറ്റ് പേപ്പർ കൊള്ളാമല്ലോ. അതായത് അതിനു വേണ്ടിയിട്ട് തന്നെ നമുക്ക് തോന്നും ഒരു ആയിരക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടുണ്ടെന്ന് തോന്നും. അപ്പൊ നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്നവൻ തന്നെ വ്യക്തി തന്നെ എംപവേർഡ് ആണെന്ന് നമുക്ക് തോന്നും ഈ ഒരു ബാലറ്റ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ. അതെ അതെ, വളരെയധികം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നമുക്ക് കാനഡയുടെ ഇതിൽ കാണാൻ കഴിയുന്നത്. ഈവൻ നമ്മൾ പറയാൻ അത്ര അഡ്വാൻസ്ഡ് അല്ല. പക്ഷെ ഇന്ത്യയുടെ ഒരു ഡൈനാമിക്സ് വേറെയാണ്, കാനഡയുടെ ഡൈനാമിക്സ് വേറെയാണ്, ഇലക്ഷന്റെ ഒരു രീതി വേറെയാണ്, ഇലക്ഷൻ ആൾക്കാരെ നോക്കുന്നത് വേറൊരു രീതിയിലാണ് അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു ഇലക്ഷൻ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇതെല്ലാം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ വോട്ടേഴ്സ് ഈ കൊല്ലം സിറ്റിസൺ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് അവരുടെ വികാരങ്ങളും അവർക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ചിലപ്പോൾ താരിഫായിരിക്കില്ല ഇമ്പോർട്ടന്റ്, അവർക്ക് നാടിന്റെ പുരോഗതി ആയിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. അപ്പം ഇതെല്ലാ കാര്യങ്ങളും ഒരു ഇമിഗ്രന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മളെല്ലാവരും ഇമിഗ്രൻസ് ആണ് അല്ലെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം താരിഫ് ഒരുപക്ഷെ നമ്മുടെ പല രീതിയിൽ നമ്മുടെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ എഫക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും അതിന് മാറ്റം ഉണ്ടാകും. അതായത് ഇപ്പൊ അതൊരു ഇനി വരുന്നൊരു 5 വർഷം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ഈ കാനഡയെ സംബന്ധിച്ചിടത്തോളം. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. കാനഡയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഈ ഒരു ഇലക്ഷൻ വളരെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ ദിവസങ്ങളിൽ കാർണിക്കുണ്ടായ ഒരു വളർച്ച, ആ ഒരു പോയിന്റിൽ ഉണ്ടായിരുന്ന ഒരു മുൻതൂക്കം പിയറിന്റെ വളരെ ശക്തമായിട്ടും വളരെ എന്താ പറയുക യുക്തിയോടും കൂടി ചെയ്ത കുറെ ക്യാമ്പയിനും ഏകദേശം ഒപ്പത്തിനൊപ്പം എത്തിച്ചു. 8 പോയിന്റ് 12 പോയിന്റ് വ്യത്യാസത്തിൽ കാർണി മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് പിയറിന്റെ നല്ലൊരു ക്യാമ്പയിനിങ് കൊണ്ട് അതിന്റെ ഒരു 3 പോയിന്റിന്റെ ഡിഫറൻസിലായി വന്ന് നിന്നു. ഇപ്പോ അതൊരു ഫോട്ടോ ഫിനിഷ് ആണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാനഡയുടെ ഹിസ്റ്ററി. അപ്പൊ എനിക്ക് കാനഡയെ കുറിച്ച് കൂടുതൽ ഹിസ്റ്ററി വരാനില്ലെങ്കിലും ഞാൻ സംസാരിക്കുന്നതും ഇതുമായിട്ടുള്ള ആളുകളൊക്കെ വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോട്ടോ ഫിനിഷ് ആയിട്ടുള്ള ഇതിൽ ആരായിരിക്കും എന്നതാണ്. ഇതുപോലത്തെ ഇലക്ഷൻ ചിലപ്പം ഇനി വരുന്ന ആളുകളിൽ ഉണ്ടാവും. പക്ഷെ ഇതുവരെയുള്ള കാനഡയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ ഒരു ടൈറ്റ്
ഫൈറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് വളരെ ഡീസന്റ് ആണ്. അതാണ് നമ്മുടെ നാടും ഇവിടെ തമ്മിലുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും അത് വളരെ ഡീസൻസിയോടുകൂടി കീപ്പ് ചെയ്യുന്ന ഡിബേറ്റുകളുണ്ട്. അതായത് ഈ ഡിബേറ്റുകളിലാണ് പല വിഷയങ്ങളെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നത്. ഇപ്പം അതിനെപ്പറ്റി ഇമിഗ്രേഷനെ കുറിച്ച് വന്നു, ഹൗസിങ്ങിനെ പറ്റി പറഞ്ഞു, പിന്നെ ഇവിടുത്തെ എക്കോണമി എങ്ങനെ കൊണ്ടുപോകും, ബഡ്ജറ്റ് ബാലൻസ് ചെയ്യുമോ അതോ ഡെഫിസിറ്റ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവർക്ക് ഈ ഡിബേറ്റിൽ പോയി സംസാരിക്കാൻ കഴിയൂ. അവിടെ ഒരു നാക്കുപിഴ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് കോസ്റ്റ് എ ലോട്ട് ഓഫ് വോട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ബ്യൂട്ടിയാണ്. അതായത് വെറുതെ നമ്മളിങ്ങനെ ആരോപണം ഉന്നയിക്കാതെ കഴമ്പുള്ള രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡിബേറ്റുകൾ. അതും 2 ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട് ഫ്രഞ്ചിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഡിബേറ്റ് കണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഇമിഗ്രേഷനെ പറ്റി അവര് ചർച്ച ചെയ്തു, ഹൗസിങ്ങിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഹൗസിംഗ് ഇവിടെ ഒരു വലിയൊരു വിഷയമാണ് എന്നുള്ളത്. അപ്പം എന്തായാലും അരുണെ ഏപ്രിൽ 28-ാം തീയതി നമുക്ക് കാണാം. ഇനിയിപ്പം കാർണിയാണോ അതോ പിയർ ആണോ അതോ ഇനി ജഗ്മീത് ആണോ ഇനി എന്നുള്ളത്, ആരായിരിക്കാം കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി. എന്തായാലും നാട്ടിലുള്ളവർക്കും ഒക്കെ ഇത്തവണ കാണാൻ താല്പര്യം കാണും. കാരണം നാട്ടിൽ ഏതെങ്കിലും ഒരു അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കുടുംബത്തില് ഇപ്പൊ കാനഡ എന്നുള്ള ആരെങ്കിലും കാണും. അപ്പൊ അതുകൊണ്ട് നാളെ ഭാവിയിൽ അവിടുത്തെ ചായക്കട ചർച്ചയിൽ കാർണിയും പൊളിവറും ഒക്കെ വിഷയമായാലും അത്ഭുതം ഇല്ലാതില്ല. വളരെയധികം അത് വളരെ കറക്റ്റാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 വർഷത്തിന്റെ ഒരു ഗ്യാപ്പില് ഇവിടെ ഉള്ള ഒരു മലയാളികളുടെ ഒരു പ്രസൻസ് വളരെയധികം കൂടി. ഈവൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ വരെ പറഞ്ഞു ബെലൻ മാത്യു ഒരു കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന്, അതായത് നമ്മുടെ ടോൺ വാലിയിൽ നിന്ന്, ടൊറന്റോന്ന് തന്നെ മത്സരിക്കുന്നു. അതും ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ഷൻ ആണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ജയിച്ചാൽ ഒരു മലയാളി MP, അതായത് രാജ്യത്തിന്റെ ഭരണചക്രം നയിക്കുന്നതിൽ ഒരാള് മലയാളി ശബ്ദം കനേഡിയൻ പാർലമെന്റിൽ വീണ്ടും മുഴങ്ങും. അപ്പം ഇന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാ നല്ല രീതിയിലും കാനഡയുടെ ഒരു ഡെമോക്രസിക്കും എല്ലാ കാനഡയുടെ ജനതയ്ക്കും പറ്റുന്ന ഒരു നല്ല ഇലക്ഷനായി മാറട്ടെ എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പ്രത്യാശിക്കാം അല്ലെ. അങ്ങനെ ഓക്കെ, താങ്ക് യു. ഏപ്രിൽ 28 താങ്ക് യു.